ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രഭാവതി നന്ദനെയും ദേവികയും ഒരുമിപ്പിക്കാനുള്ള ഒരു അവസാന ശ്രമം എന്ന നിലയിൽ വീണ്ടും സിദ്ധുവിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. സിദ്ധു പറഞ്ഞാൽ ദേവിക അനുസരിക്കും. സിദ്ധുവിൻ്റെ വാക്കുകൾ തള്ളിക്കളയാൻ ദേവികയ്ക്കാവില്ല. നമ്മുടെ മകൻ്റെ ജീവിതം നഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത് വാശി കാണിക്കരുത്. സിദ്ധു ദേവികയെ വിളിച്ച് സംസാരിക്കണം. എങ്ങനെയെങ്കിലും നന്ദൻ്റെ ജീവിതത്തിലേക്ക് അവളെ തിരികെ കൊണ്ടുവരണം. ഇസബെല്ലയുമായിട്ട് അവൻ ഒരു തരത്തിലുള്ള വഴിവിട്ട ബന്ധവുമില്ലെന്ന് അവൻ ആണയിട്ട് പറയുന്നുണ്ട്. സിദ്ധുവിനോട് ദേവികയ്ക്ക് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. അതുകൊണ്ട് സിദ്ധു ശ്രമിച്ചാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നെല്ലാം പ്രഭ പറയുമ്പോൾ ഞാനിതിന് തന്നോട് നേരത്തെ മറുപടി പറഞ്ഞതാണ് പ്രഭ. ഇത് ദമ്പതികൾക്കിടയിലുണ്ടായ വെറും ഒരു സൗന്ദര്യ പ്രശ്നമല്ല. ദേവികയ്ക്ക് അവളുടെ ഭർത്താവിൽ നിന്ന് തന്നെയാണ് ചതി സംഭവിച്ചിരിക്കുന്നത്. അത് മറ്റാരെങ്കിലും പറഞ്ഞതോ കേട്ടുകേൾവിയോ ഒന്നുമല്ല. ദേവിക സ്വന്തം കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടതാണ് എല്ലാം. നന്ദൻ തന്നെയല്ലേ അവളുടെ ഫയല് മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അതിന് എന്ത് ന്യായീകരണമാണ് അവനുള്ളത്? നന്ദൻ്റെ ഭാഗത്ത് കുറച്ചെങ്കിലും ശരിയുണ്ടെങ്കിൽ ഞാൻ ദേവികയോട് പോയി സംസാരിച്ചേനെ. ഒരമ്മ എന്ന നിലയിൽ തെറ്റിന് കൂട്ടു നിന്നിട്ടല്ല മകനോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം കാണിക്കേണ്ടതെന്നും സിദ്ധു പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അത് മാത്രമല്ല പ്രഭ, മുൻപത്തെ ദേവികയല്ല ഇപ്പോൾ ദേവിക. അവൾക്കിപ്പോൾ എന്തിനും ഏതിനും അവളുടേതായ ഉറച്ച നിലപാടുകളുണ്ട്. അല്ലെങ്കിൽ താനും നന്ദനും എന്നിൽ നിന്നും ദേവികയിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. അതെല്ലാം തുറന്നു പറ. ആ പ്ലാന്റേഷൻ്റെ കാര്യത്തിലും അതല്ലേ സംഭവിച്ചിരിക്കുന്നതെന്ന് സിദ്ധാർത്ഥൻ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ പ്രഭാവതി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് താൻ ഇനി മേലാൽ എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്നും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. പിന്നീട് ദേവിക ചന്ദ്രമതിയെ കാണാനായിട്ട് ചെല്ലുന്നു. ദേവികയ്ക്കിപ്പോൾ എല്ലാം തുറന്നു പറയാനായിട്ട് ഒരാശ്രയം എന്ന് പറയാവുന്നത് ചന്ദ്രമതിയാണ്. റിസോർട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങൾ മുഴുവൻ ദേവിക പറയുന്നു. ആൻറ്റി ആ വീഡിയോ എന്നെ കാണിച്ചപ്പോൾ ഒന്നും സത്യമാകരുതേ എന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അവിടെ ചെല്ലുന്നത് വരെ. പക്ഷേ നന്ദുവും ഇസബെല്ലയും ഒരു റൂമിൽ ഒരുമിച്ചുണ്ടായിരുന്നു. മാത്രമല്ല ആ ഫയൽ മോഷ്ടിച്ചതും നന്ദു ആയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും എന്നെ വഞ്ചിച്ച ഒരാളോടൊപ്പം ജീവിക്കാൻ വയ്യ ആൻറ്റി. അതാണ് ഞാൻ ചന്ദ്രത്തിൻ്റെ പടി ഇറങ്ങി പോകുന്നത് എന്ന് ദേവിക പറയുമ്പോൾ നീ ചെയ്തത് 100% ശരിയാണ് മോളെ. നമ്മളെ സ്നേഹിക്കാത്തവരുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി സഹിച്ചു കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എങ്കിലും നന്ദു എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയുന്നുണ്ട് ദേവിക. മനസ്സിലടക്കി വെച്ച ഭാരം മുഴുവൻ അവൾ അവിടെ കരഞ്ഞു തീർക്കുന്നു. തുടർന്ന് ചന്ദ്രമതി ഒരു സംശയം പോലെ പറയുന്നുണ്ട്, ഇനി നന്ദനെ ഇസബെല്ല മുതലെടുക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. അല്ലെങ്കിൽ പിന്നെ നന്ദൻ എന്തിനാ ദേവികയുടെ ഫയൽ മോഷ്ടിക്കണം? അതൊരു പക്ഷേ ഇസബെല്ലയ്ക്ക് വേണ്ടി തന്നെയാണെങ്കിലോ നന്ദൻ അങ്ങനെ ചെയ്തത് എന്നെല്ലാം ചന്ദ്രമതി പറയുന്നത് കേട്ട് ദേവിയുടെ മനസ്സിലും അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഏതായാലും മോൾ ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതിന് മുൻപ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. പിന്നീട് ഐസക്ക് ഇസബെല്ലയോട് പറയുന്നുണ്ട്, മോളെ ഇനി ദേവിക പോയ വിഷമത്തിൽ നന്ദൻ എല്ലാം തുറന്നു പറയാൻ തീരുമാനിക്കുമോ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എതിരായിട്ട് വരും. ഋഷി മരിച്ചിട്ടില്ല എന്നെങ്ങാനും നന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രാപ്പിൽപ്പെടുത്തിയതിന് ചീറ്റിംഗ് കേസിന് നമ്മളെല്ലാവരും അകത്ത് പോകേണ്ടി വരും എന്നെല്ലാം പറയുമ്പോൾ ദേവിക ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പാടില്ല. നന്ദൻ എനിക്ക് സ്വന്തമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇനി ജീവിതം തുടങ്ങാൻ പോകുന്നത് എന്നെല്ലാം ഇസബെല്ല ഒരുതരം ഭ്രാന്ത് പിടിച്ചതുപോലെ പറയുന്നത് കേട്ട് ഐസക്കും കെവിനും ഒക്കെ ഞെട്ടുന്നുണ്ട് ഇസബെല്ലയുടെ മറ്റൊരു ഭാവം കണ്ടിട്ട്. അപ്പോൾ ദേവി പോയ വിഷയത്തിൽ അവൻ കരയുന്നത് കണ്ട് അവനെ തീർത്ത് കളയാനുള്ള ദേഷ്യം വന്നു എനിക്ക്. നന്ദനില്ലാതെ എനിക്കിനി വയ്യ പാപ്പ. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ദേവികയും നന്ദനും ഇനി ഒരു കൂടിച്ചേരൽ ഉണ്ടാകരുത്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഋഷി കേസിൻ്റെ കാര്യം പറഞ്ഞ് അവനെ ഭയപ്പെടുത്തണം എന്നെല്ലാം ഇസബെല്ല വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ കെവിനാണെങ്കിലും ഇസബെല്ലയുടെ ഒരു ഭാവമാറ്റം കണ്ട് ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നന്ദനാണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിലാണ്. ശരിക്കും ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാവുന്നുണ്ട് നന്ദൻ. ദേവിക ജീവിതത്തിലേക്ക് തിരികെ വന്നെങ്കിലെന്ന് നന്ദൻ ആഗ്രഹിച്ചു പോവാണ് കേട്ടോ. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിക കെവിനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതാണ്. അന്ന് നന്ദനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശാരികയോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. നന്ദൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ദേവികയെ വിളിച്ചത്. ദേവിക പറഞ്ഞതെല്ലാം നന്ദൻ കേട്ടു എന്നെല്ലാം അവന് വല്ലാത്ത വിഷമമായിട്ടുണ്ട് എന്നെല്ലാം കെവിൻ പറയുമ്പോൾ അതൊക്കെ അയാളുടെ അടവായിരിക്കും. ഏതായാലും ഡിവോഴ്സിന് പോകാൻ തന്നെയാണ് ചേച്ചിയുടെ തീരുമാനം. ചേച്ചിയുടെ തീരുമാനത്തോട് ഞങ്ങൾക്കും യോജിപ്പാണുള്ളതെന്ന് പറയുമ്പോൾ കെവിൻ ആകെ വല്ലാതാവുന്നു. ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വഞ്ചന ഉണ്ടായിട്ടും ഭാര്യ അത് സഹിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് നേടി രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിയുന്നത് തന്നെയാണ് നല്ലത് എന്നെല്ലാം
ശാരിക പറയുമ്പോൾ കെവിന് വല്ലാത്തൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. കാരണം നന്ദൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാത്തിനും പുറകിൽ കളിച്ചിരിക്കുന്നത് ഇസബെല്ലയാണ്. അപ്പോൾ അത് പറയുമ്പോൾ എന്നെല്ലാം ഉള്ള ശാരികയുടെ വാക്കുകൾ കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ കെവിൻ. കാരണം കെവിൻ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്, പ്രണയിച്ചിരുന്നവർ രണ്ടുപേർ ഒരു കാരണവുമില്ലാതെ പിരിയുമ്പോൾ അത് എത്രത്തോളം നോവാണ് എന്നുള്ള ഒരു കാര്യം കെവിൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇതേ സമയം ദേവിക വരുന്നുണ്ട്. അപ്പോൾ ശാരികയാണെങ്കിൽ ദേവിക വരുന്നത് കണ്ട് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് നീ ആരോടാണ് സംസാരിച്ചതെന്ന് ദേവിക ചോദിക്കുമ്പോൾ അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ ചേച്ചിയോട് പറയാം, ചേച്ചിയോട് മാത്രമല്ല അച്ഛനോടും അമ്മയോടും എല്ലാം പറയാമെന്ന് പറയുമ്പോൾ നീ നിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളോടാണോ സംസാരിച്ചത്? അതാരാണെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ഇല്ലേ? നമുക്ക് യോജിച്ച ബന്ധമാണെങ്കിൽ നമുക്കത് നടത്താം, അല്ലെങ്കിൽ ഞങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന ആളോടൊന്ന് സംസാരിക്കട്ടെ എന്നെല്ലാം ദേവിക പറയുമ്പോൾ ചേച്ചി ഇപ്പോൾ ഇതൊന്നും എന്നോട് കുത്തി ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല, പറയേണ്ട സമയത്ത് ഞാൻ എല്ലാം നിങ്ങളെ അറിയിച്ചിരിക്കുമെന്ന് പറയുന്നത് കേട്ടോ ശാരിക. തുടർന്ന് ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവളുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നത് ആരാണ്, ഇവളങ്ങനെ എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം ഇവൾക്കും പറ്റാൻ പാടില്ല, അതാരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് ദേവിക. ഏതായാലും കെവിനും ഇപ്പോൾ ഒരു കുറ്റബോധത്തിൻ്റെ പാതയിലാണ്. അതായത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നന്ദനും ദേവികയും തമ്മിൽ പിരിയാനായിട്ട് കാരണം താൻ കൂടിയാണ്. ഇസബെല്ലയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എങ്കിലും ഇപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ വേദന എന്താണെന്നുള്ള കാര്യം ശാരികയിലൂടെ കെവിനും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കെവിൻ എല്ലാ കാര്യങ്ങളും നന്ദനോട് തുറന്ന് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല നന്ദനും ഇപ്പോൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ്. ദേവികയെ എല്ലാം തുറന്നു പറഞ്ഞ് തിരികെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതേസമയം ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ, താൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളൊരു പേടിയും നന്ദനുണ്ട്. അങ്ങനെ പറഞ്ഞാണല്ലോ ഇസബെല്ല നന്ദനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. മാത്രമല്ല ദേവികയുടെ MLA സ്ഥാനം നഷ്ടപ്പെടാനും കാരണമാകും. അപ്പോൾ ഏതായാലും എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റുകൾ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്